നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മഹാനടൻ മോഹൻലാലിന്റെ മാതാവിന് കേരളം കണ്ണീരോടെ വിട നൽകി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് അന്തരിച്ച ശാന്തകുമാരി അമ്മയുടെ മൃതദേഹം കൊച്ചി എളമക്കരയിലെ വീട്ടിൽ നിന്ന് ബുധനാഴ്ച രാവിലെയാണ് തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. മോഹൻലാൽ, ഭാര്യ സുചിത്ര, മക്കളായ പ്രണവ് മോഹൻലാൽ, വിസ്മയ എന്നിവർ വീട്ടിലെത്തിയിരുന്നു. രാവിലെ മുതൽ അന്തിമോപചാരം അർപ്പിക്കാനും മോഹൻലാലിനെ ഒരു നോക്ക് കണ്ട് ആശ്വസിപ്പിക്കാനും സുഹൃത്തുക്കളും ബന്ധുക്കളും ഓടിയെത്തിയിരുന്നു. ഏറെ നാളത്തെ രോഗബാധയ്ക്ക് പിന്നാലെ എളമക്കരയിലെ മോഹൻലാലിന്റെ വസതിയിൽ വച്ചായിരുന്നു അമ്മ ശാന്തകുമാരിയുടെ അന്ത്യം. മോഹൻലാൽ എന്ന മഹാപ്രതിഭ തനിക്കുള്ളിൽ ഏറ്റവും മൂല്യമുള്ള സ്വത്തായി കരുതുന്നതും സ്നേഹിക്കുന്നതും അമ്മ ശാന്തകുമാരിയെയാണ്. അമ്മയുടെ വാത്സല്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ മോഹൻലാലിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. 2 ദിവസം മുൻപ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നതും മോഹൻലാലും അമ്മയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന വീഡിയോകളായിരുന്നു. അമ്മയുടെ വേർപാടോടെ ജീവന്റെ പാതി നഷ്ടപ്പെട്ടതുപോലെയാണ് മഹാനടന്. മൃതദേഹത്തിലേക്ക് ഇമ ചിമ്മാതെ നോക്കി ശാന്തനായി നിൽക്കുന്ന മോഹൻലാലിനെ കാണുമ്പോൾ അമ്മയുടെ സ്നേഹം അനുഭവിച്ചിട്ടുള്ളവരുടെ എല്ലാം കണ്ണുകൾ നിറയും. കഴിഞ്ഞ 1 മാസക്കാലമായി ശാന്തകുമാരിയുടെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. അതിനാൽ തന്നെ എല്ലാ തിരക്കുകൾക്കിടയിലും അമ്മയുടെ അടുത്തേക്ക് ഇടയ്ക്കിടെ മോഹൻലാൽ ഓടിയെത്തുമായിരുന്നു. കൊച്ചി എളമക്കരയിലെ വസതിയിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. മരണവും അവിടെ വെച്ചായിരുന്നു. അസുഖബാധിതയായ ശേഷം ചികിത്സയ്ക്കുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അമ്മയെ മോഹൻലാൽ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത്. 10 വർഷത്തിലേറെയായി ശാന്തകുമാരി കിടപ്പിലാണ്. സംസാരശേഷിയും നഷ്ടപ്പെട്ടിരുന്നു. പക്ഷാഘാതമായിരുന്നു. പിന്നീട് അത് വിവിധ അസുഖങ്ങളും അവശതകളുമായി മാറി. സ്വദേശം പത്തനംതിട്ടയാണെങ്കിൽ കൂടിയും അച്ഛൻ വിശ്വനാഥന് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടി തിരുവനന്തപുരത്തെത്തിയ ശേഷം അവിടത്തുകാരിയായി മോഹൻലാലും കുടുംബവും മാറി. പഠനവും സിനിമാ ജീവിതത്തിന്റെ തുടക്കവുമെല്ലാം തിരുവനന്തപുരത്ത് നിന്നായിരുന്നു. കുടുംബവീടും തിരുവനന്തപുരത്താണ്. അസുഖബാധിതയാകുന്നതിന് മുൻപ് അമ്മയും തിരുവനന്തപുരത്തായിരുന്നു താമസിച്ചിരുന്നത്. അതിനാൽ തന്നെ അമ്മയ്ക്ക് അന്ത്യവിശ്രമത്തിന് വേണ്ടതെല്ലാം മോഹൻലാൽ ചെയ്തതും തിരുവനന്തപുരത്താണ്. കൊച്ചിയിലെ വീട്ടിൽ സിനിമാക്കാർക്കും പ്രിയപ്പെട്ടവർക്കുമായി പൊതുദർശനം ഒരുക്കിയിരുന്നു. ശേഷമാണ് രാത്രി വൈകി തിരുവനന്തപുരത്തേക്ക് മൃതദേഹം കൊണ്ടുപോയതും അമ്മയുടെ ആഗ്രഹം പോലെ അച്ഛന്റെയും ജ്യേഷ്ഠന്റെയും സമീപത്തായി ചിതയൊരുക്കിയത്. കൊച്ചിയിൽ നടന്ന പൊതുദർശനത്തിന്റെയും തിരുവനന്തപുരത്ത് നടന്ന സംസ്കാര ചടങ്ങുകളുടെയും വീഡിയോകൾ സോഷ്യൽ മീഡിയ വഴി വൈറലായിരുന്നു. സെലിബ്രിറ്റികൾക്ക് സ്വകാര്യ എന്നത് വേണ്ടപ്പെട്ടവർ വിട്ടുപോകുമ്പോൾ പോലും ലഭിക്കില്ല എന്നത് വീണ്ടും വ്യക്തമാക്കുന്നതായിരുന്നു ശാന്തകുമാരിയുടെ സംസ്കാര ചടങ്ങിൽ നിന്നുള്ള വീഡിയോകൾ. അമ്മയുടെ ശരീരവുമായി ചടങ്ങുകൾക്കായി പുറത്തിറങ്ങിയ നടനെ മീഡിയയും ജനവും വളഞ്ഞു. ആകെ ബഹളവും തിക്കും തിരക്കും. സമാധാനപരമായി ചടങ്ങുകൾ നടത്താൻ കഴിയാത്ത അവസ്ഥ. മകനെന്ന കടമകൾ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തോട്ടെ, അതിനായി അനുവദിക്കൂ എന്ന് അവസാനം മോഹൻലാലിനെ അഭ്യർത്ഥിക്കേണ്ടി വന്നു. പ്രിയ നടനോട് എന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ അമ്മയെയും സ്നേഹിക്കുന്നവരാണ് മലയാളികൾ. ആ സ്നേഹം കൊണ്ട് അവസാനമായി ശാന്തകുമാരിയെ കാണാൻ എത്തിയവരും മോഹൻലാൽ എന്ന സ്റ്റാറിനെ ഒരു നോക്ക് കാണാൻ കിട്ടുന്ന അവസരമെന്ന് കരുതി തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിച്ചേർന്നവരും അന്ന് ചടങ്ങിനെത്തിയ ജനാവലിയിൽ ഉണ്ടായിരുന്നു. മോഹൻലാലും മകൻ പ്രണവും ചേർന്നാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. അച്ചമ്മയുടെ മരണവാർത്ത അറിഞ്ഞ് പ്രണവും സഹോദരി വിസ്മയയും ഓടിയെത്തിയിരുന്നു. എല്ലാത്തിനും താരകുടുംബത്തിന് സഹായമായി ആന്റണി പെരുമ്പാവൂരും ഉണ്ടായിരുന്നു. മൂത്ത മകനെ നഷ്ടപ്പെട്ടതിന്റെ വേദന എല്ലാ സൗഭാഗ്യങ്ങൾക്കിടയിലും ശാന്തകുമാരിയെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിനോട് അളവില്ലാത്ത സ്നേഹം അമ്മയ്ക്കുണ്ടായിരുന്നതും. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ശാന്തകുമാരി സംസാരിക്കാതെയായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും എത്ര ദൂരെയാണെങ്കിലും അമ്മയെ തേടി നടന്റെ കോളെത്തും. അമ്മ മറുപടിയൊന്നും പറയില്ല എന്ന് അറിയാമെങ്കിലും എല്ലാ വിശേഷങ്ങളും അമ്മയുമായി പങ്കുവെക്കും. പ്രതികരിക്കാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ, അമ്മയെല്ലാം അറിയുന്നുണ്ടെന്നാണ് ലാലേട്ടൻ പറയാറ്. അമ്മയുടെ കഴിഞ്ഞ പിറന്നാൾ കൊച്ചിയിൽ കുടുംബവുമൊത്ത് മോഹൻലാൽ ആഘോഷിച്ചിരുന്നു. അവസാനമായി ശാന്തകുമാരിയുടെ ഒരു ഫോട്ടോ പുറത്തു വന്നതും അന്നാണ്. മേജർ രവി അടക്കമുള്ള സുഹൃത്തുക്കളും ലാലേട്ടനൊപ്പം ആഘോഷങ്ങളിൽ പങ്കെടുത്തിരുന്നു. അതേസമയം അമ്മയുടെ വിയോഗത്തെ തുടർന്ന് തന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നവർക്ക് നന്ദി പറഞ്ഞും മോഹൻലാൽ എത്തി. എന്നെ ഞാനാക്കിയ എൻ്റെ ജീവിതയാത്രയിൽ സ്നേഹവാത്സല്യം കൊണ്ടും സാമീപ്യം കൊണ്ടും എക്കാലവും കരുത്തായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മ വിഷ്ണുപാദം പൂകി. അമ്മയുടെ വിയോഗത്തെ തുടർന്ന് എൻ്റെ ദുഃഖത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു കൊള്ളട്ടെ. വീട്ടിലെത്തിയും ഫോൺ മുഖാന്തരവും സമൂഹ മാധ്യമങ്ങൾ വഴിയും അനുശോചനം രേഖപ്പെടുത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. സ്നേഹം, പ്രാർത്ഥന എന്നാണ് മോഹൻലാൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത്. വീൽചെയറിലായിരുന്ന തന്റെ അമ്മയെക്കുറിച്ചും വീൽചെയറിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒരിക്കൽ മോഹൻലാൽ മുൻപൊരു വ്ലോഗിൽ പങ്കുവച്ച കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. അവരും കാണട്ടെ ലോകത്തിന്റെ ഭംഗി എന്ന തലക്കെട്ടോടെയാണ് ലാലേട്ടൻ അന്ന് കുറിപ്പ് പങ്കുവച്ചത്.
അവരും കാണട്ടെ ലോകത്തിന്റെ ഭംഗി. കുറച്ചു മാസങ്ങളായി ഞാൻ ബ്ലോഗ് എഴുതിയിട്ട് എനിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതായിരുന്നു എൻ്റെ ഓട്ടം. തിരക്കുകൾ തലയിൽ കുമിയുമ്പോൾ പ്രിയപ്പെട്ട പല കാര്യങ്ങളും സങ്കടത്തോടെ മാറ്റിവെക്കേണ്ടി വരും. എഴുതിയേ തീരൂ എന്ന് തോന്നുമ്പോൾ മാത്രമേ ഞാൻ ബ്ലോഗ് എഴുതിയിട്ടുള്ളൂ. കാരണം എനിക്ക് ഇത് ആരെയും ബോധിപ്പിക്കാനുള്ളതല്ല. എൻ്റെ തന്നെ ഉള്ളിലെ ചില ആനന്ദങ്ങളും ആകുലതകളും സങ്കടങ്ങളും എല്ലാമാണ് അവയുടെ പങ്കുവെക്കലാണ്. മഹാനായ ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിങ്സ് മരിച്ചത് എല്ലാവരെയും പോലും ഒരുപാട് സങ്കടത്തോടെയാണ് ഞാനും കേട്ടത്. പിന്നീട് വായിച്ചത് വെറുമൊരു വീൽ ചെയറിലിരുന്ന ക്ഷീരപഥങ്ങൾക്കപ്പുറത്തേക്ക് ചിന്ത കൊണ്ട് യാത്ര പോയി പല രഹസ്യങ്ങളുടെയും ചുരുളഴിച്ച മനുഷ്യൻ. എനിക്ക് ശാസ്ത്ര പ്രതിഭ എന്നതിലുപരി മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ വെട്ടിത്തിളങ്ങുന്ന ഉദാഹരണമായിരുന്നു. ഒന്നിനും മനുഷ്യനെ തളർത്താൻ കഴിയില്ല എന്നതിന്റെ പ്രതീകം. താരപഥങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയ സ്റ്റീഫൻ ഹോക്കിങ്ങിന് പ്രണാമം. വിട. ഹോക്കിംഗ് മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ ഒരു ഡോക്ടർ സുഹൃത്തിനെ കാണാൻ പോയിരുന്നു. അടുത്ത കാലത്ത് പരിചയപ്പെട്ടവരാണ് ഞങ്ങൾ. വീൽ ചെയറിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അതിലിരുന്നാണ് അദ്ദേഹം രോഗികളെ പരിശോധിക്കുന്നത്. അന്ന് രാത്രി സംസാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, വീൽ ചെയറിൽ ജീവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ അറിയുമോ ലാലിന്? പെട്ടെന്നുള്ള ചോദ്യമായിരുന്നു. കുറച്ചൊക്കെ അറിയാമെന്ന് ഞാൻ മറുപടി പറഞ്ഞു. അത് സത്യമാണ്. കാരണം ഞാൻ വീൽ ചെയറിൽ ജീവിക്കുന്ന ആളായി പ്രണയം എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത്തരമൊരു വ്യക്തിയുടെ മനോവ്യാപാരങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ഷോട്ട് എടുക്കുന്നതിന് മുൻപ് ആ വ്യക്തിയുടെ അസ്വസ്ഥതകൾ ആലോചിച്ച് കണ്ണടച്ചിരുന്നിട്ടുണ്ട്. മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട അമ്മ കുറച്ച് വർഷങ്ങളായി വീൽ ചെയറിലാണ്. എത്രയോ കാലം ഓടിച്ചാടി സന്തോഷിച്ച് നടന്നിരുന്ന അമ്മ പെട്ടെന്ന് വീൽ ചെയറിലേക്ക് ഒതുങ്ങേണ്ടി വന്നപ്പോൾ ഉണ്ടായ അസ്വസ്ഥത ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അത്രമാത്രം ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായിരുന്നു. ഞാൻ മാത്രമല്ല, നമ്മൾ എല്ലാവരും അക്കാര്യങ്ങൾ അത്ര ശ്രദ്ധിക്കുന്നില്ല എന്നും എനിക്ക് തോന്നുന്നു. അദ്ദേഹം വേദനയോടെ പറഞ്ഞു, ലാൽ, ഞങ്ങൾ വീൽ ചെയറിൽ ജീവിക്കുന്നവർക്ക് എവിടെയും പോകാൻ സാധിക്കില്ല. ആരാധനാലയങ്ങളിൽ പോകണമെങ്കിൽ പോലും നോക്കൂ, പല ആരാധനാലയങ്ങളും ഉയരമുള്ള പടികളാണ്. റെയിൽവേ സ്റ്റേഷനുകളിൽ ചെന്ന് നോക്കൂ, പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനിൽ കയറാൻ ഞങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും വേദിയിൽ കയറണമെങ്കിൽ എടുത്തു കയറ്റണം. തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണാൻ സാധിക്കില്ല. ഞങ്ങളെപ്പോലെ വീൽ ചെയറിൽ സഞ്ചരിക്കുന്നവർക്ക് ഒരിടത്തും ഒരു സഞ്ചാരപാതയില്ല. ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരും ഈ സമൂഹത്തിലുണ്ടെന്ന് ആരും കരുതാറില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം എങ്ങോട്ടും പോകാതെ ഈ ചക്രകസേരയിൽ ഒതുങ്ങുന്നു. മോഹൻലാൽ പറഞ്ഞു, ഒരു മനുഷ്യൻ സാംസ്കാരികമായും ആത്മീയമായും മുന്നേറുന്നത് തന്നെ പറ്റി മാത്രം ആലോചിക്കുമ്പോഴല്ല, തനിക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും ആ ലോകത്തെ തന്നേക്കാൾ ചെറിയവരെയും കേൾക്കുമ്പോഴും അവരുടെ ജീവിതം നല്ലതാക്കാൻ ശ്രമിക്കുമ്പോഴുമാണ്. വീൽ ചെയറിൽ ജീവിക്കുന്നവരോടുള്ള നമ്മുടെ അവഗണന ഈ മനോഭാവത്തിന് ഉത്തമ ഉദാഹരണമാണ്. നമ്മെപ്പോലെ ആഗ്രഹങ്ങളും ആകാംക്ഷകളും നിരാശകളുമുള്ള മനുഷ്യരായി അവരെ നാം പരിഗണിക്കാറില്ല. ഭൂരിപക്ഷ മനുഷ്യരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് നമ്മുടെ എല്ലാ നിർമ്മിതികളും. അതുകൊണ്ട് ഇനിയെങ്കിലും എല്ലാ മനുഷ്യരും വന്നു ചേരുന്നിടത്ത് സ്ത്രീകളെ, വൃദ്ധരെ, കുട്ടികളെ പരിഗണിക്കുന്നത് പോലെ ഇത്തരത്തിൽ ചക്ര കസേരകളിൽ ഒതുങ്ങിപ്പോയവരെ കൂടി നമ്മൾ പരിഗണിക്കണം. അത്തരം സ്ഥലങ്ങൾ ഒരുക്കുമ്പോൾ ഈ മനുഷ്യർക്ക് സുഗമമായി കടന്നു വരാനുള്ള പാത ഒരുക്കണം. ഈ ഒരു ബോധം തമ്മിൽ ഉണ്ടാകണം. ഇവരും മനുഷ്യരാണ്. വീൽ ചെയറിലിരുന്ന രാജാക്കന്മാരെ പോലെ ഇവരും നമുക്കിടയിൽ സഞ്ചരിക്കട്ടെ. ഇത് മോഹൻലാൽ എന്ന നടൻ എഴുതുന്ന കുറിപ്പല്ല. വീൽ ചെയറിലുള്ള ഒരു അമ്മയുടെ വിഷമതകൾ കണ്ട ഒരു മകന്റെ വിനീതമായ അഭിപ്രായമാണ് എന്നാണ് അന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.